നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്, ഓർക്കാപ്പുറത്ത് ഗോവിന്ദന് പിന്നീന്നൊരടിയത്. ഇറങ്ങി വാടാ ഇവിടെ. CBI ഇറങ്ങി വാടക. CBI ഇങ്ങോട്ട്. AKG സെന്ററിൽ കയറി നിന്നോണ്ട് ഗോവിന്ദൻ മ്യാമന്റെ വെല്ലുവിളി. ആണുങ്ങളില്ലാത്ത നേരത്ത് പാർട്ടി ആഫീസിൽ കയറി വന്ന് വരട്ടാൻ നോക്കിയാലുണ്ടല്ലോ. അല്ല, ഇപ്പൊ ഗോവിന്ദൻ മാമൻ, ഞാൻ ഇവിടെ ആണുങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്. അങ്ങനെ മുഖ്യൻ മോളുടെ മാസപ്പടി ഒതുക്കാൻ ഡൽഹിയിൽ കടിച്ചു തൂങ്ങി കിടക്കുമ്പോ ഒരുമാതിരി പോക്കൃത്തരം കാണിച്ചാലുണ്ടല്ലോ. ആഹാ, എന്റെയൊക്കെ കളി അങ്ങ് ഹൈക്കോടതിയിലല്ലേ നടക്കൂ. ധൈര്യം ഉണ്ടായി ഞങ്ങളുടെ പാർട്ടി കോടതിയിലേക്ക് വാടാ. മുണ്ടൊക്കെ കാണിക്കും ഞാൻ. എൻ്റെ സമരമുറകൾ CBI കാണാനിരിക്കുന്നതേ ഉള്ളൂ. ശ്യാമളെ, മക്കളോട് നാട് വിട്ടോളാൻ പറ. ഞാനും പോണു ഉല്ലി ഇതെങ്ങോട്ടേലും. സിസ്റ്റം ശരിയല്ല ശ്യാമളെ, സിസ്റ്റം ശരിയല്ല. ഈ നാട്ടിലെ കോടതികൾ പൂട്ടിക്കണം. CPM-ന് സ്വന്തമായ ഒരു CBI വേണം. അങ്ങനെ ഇപ്പൊ പുറത്തു നിന്നുള്ള ഒരുത്തനും കണ്ണൂരിൽ കയറി അന്വേഷണം നടത്തണ്ട. ഒന്ന് ജഡേജെ, ഞങ്ങളോടിത് വേണ്ടായിരുന്നു. ഞാനും മുഖ്യനും 1000 തവണ പറഞ്ഞതാ CBI വേണ്ട എന്ന്. കേട്ടില്ല. സുഹൃത്തുക്കളെ, ഗോവിന്ദൻ മാമന്റെ തത്ത പറന്നിരിക്കുക. താഴത്തില്ലടാ CBI വന്നാലും താഴത്തില്ലടാന്ന് പുഷ്പ ഡയലോഗ് അടിച്ച മനസ്സിനാ. കണ്ടില്ലേ, പുഷ്പനെ പോലെയാ കിടക്കുന്നത്. CBI വന്ന് പോണ വരെ ചത്ത പോലെ അങ്ങ് കിടന്നേക്കാന്നാണ് മാമന്റെ ഒരു ഇത്. ശ്യാമളേച്ചി കരച്ചില. അണ്ണാ പിണറായി അണ്ണ ഇങ്ങേരോടൊന്ന് എഴുന്നേറ്റ് മുണ്ടാൻ പറയുന്നു. എങ്ങനെ മുണ്ടാനാ ശ്യാമളെ? അണ്ണാക്കിലെ പിരി വെട്ടിച്ച് വിട്ടേക്കുമല്ലേ യവന്മാരെല്ലാം കൂടെ. മുഖ്യന് ആകെ സെഡാണ്. മുഖ്യൻ പറഞ്ഞിട്ടും കോടതി കേട്ടില്ല. അതാണ് വല്ലാത്ത ക്ഷീണമായി പോയിന്നേ. ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ ഒരു സുഖമല്ലേ. എന്റെ പൊന്നടാവേ, എന്തായിരുന്നു ഷോ. മഞ്ജുഷ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോ കാവടി എടുത്ത് തുള്ളാൻ തുടങ്ങിയതാ ഗോവിന്ദൻ മ്യാമൻ. ആ ഊത്തങ്ങ് തീർന്നു കേട്ടോ. ഇപ്പം CBIയുടെ പേര് കേട്ടപ്പോ ഇന്നലെ വരെ ഗോവിന്ദൻ പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ദിന്ന് ഗോവിന്ദൻ. ബൈദുബായ് ഗോവിന്ദൻ മ്യാമ, CBI ഇങ്ങളെ പിടിച്ച് കടിച്ച അല്ല നമുക്ക് അറിയാൻ മേലാന്ന് ചോദിക്കുക. എത്ര തുള്ളാൻ മാത്രമായിട്ട്. മടിയിൽ കനമില്ലല്ലോ, പിന്നെ എന്തിനാ ഭയം ഇങ്ങക്ക്? അണ്ണന്റെ കുടുംബത്തോട്ടെങ്ങാനും CBI കയറിയാൽ മടിയിലെ കനം നിലത്ത് വീഴോ ആവോ. അയ്യോ, എവിടെ പെട്രോൾ പമ്പ് ദിവ്യ, എവിടെ? CBI ആഫീസിൽ കയറി ഒരു അധിക്ഷേപ പ്രസംഗത്തിന് സ്കോപ്പുണ്ട് സഖാത്തി. നാവിന്റെ മൂർച്ച ഒന്ന് കൂട്ടി വെച്ചോളൂ കേട്ടോ. ജാമ്യം കിട്ടിയപ്പോ സേഫ് എന്ന് സേച്ച് വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചതാ. പക്ഷേ ട്വിസ്റ്റ്. വിഷയം കെട്ടടങ്ങിയ സന്തോഷത്തിൽ സേച്ച് വീണ്ടും ചലങ്ക പൊടി തട്ടി എടുത്തപ്പോൾ ദേവരന് CBI. ദൈവമേ, ഞങ്ങൾക്ക് എന്തിനീ വിധി. ദൈവമേ, ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടോ. വിളിച്ചോ നീട്ടി വിളിച്ചോ കേട്ടോ. സാമി ചേച്ചിക്ക് ജയിലിൽ നൃത്യത്തിനുള്ള സൗകര്യം ഒരുക്കേണ്ടി വരും സർക്കാർ. അന്തപുരത്തിൻ മഹാറാണി. എന്തായിരുന്നു ഒരു ബഹളം. ജയിലിലെത്തി പൊന്നാടെ അണിയിക്കുന്നു, ശ്യാമള കെട്ടിപ്പിടിക്കുന്നു, ഗോവിന്ദൻ പൊട്ടിക്കരയുന്നു. V4 വിക്ടറി കാണിച്ചുകൊണ്ട് ദേവോണ്. 4 വണ്ടി പോലീസ് വീട്ടിലെത്തിക്കുന്നു. ഊട്ടിക്കാനും ഉറക്കാനും പോലീസ് ക്യൂ നിൽക്കുന്നു. പോരാത്തേന് അടിമകളുടെ വക വാഴ്ത്തുപാട്ടും. ആഹാ, എല്ലാം ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു ചേച്ചി. CBI വന്നെല്ലാം നശിപ്പിക്കും ഇത് മൊത്തത്തിൽ നശിപ്പിക്കും ഇത്. ഇതങ്ങനെ പടക്കക്കട ഗുദാഹവ. ഇനിയാണ് ശരിക്കും ചേച്ചിയുടെ കരച്ചിൽ തുടങ്ങുന്നത്. അപ്പം നമുക്ക് കാണാം.